മലബാറിലെ ശ്രദ്ധേയമായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് 1888-ലാണ്. മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ നടന്നു കയറിയാൽ ചെമ്പൂട്ടി ബസാറിലെത്താം. ഓട്ടുപാത്രങ്ങളുടെയും വിളക്കുകളുടെയും ശില്പങ്ങളുടെയും എല്ലാം വിപണന കേന്ദ്രം. ചെമ്പൂട്ടി അഥവാ കോപ്പർ ബസാറിലൂടെ നടക്കുമ്പോൾ പുരാവസ്തു മ്യൂസിയം പോലെ തോന്നിക്കും ചിലയിടങ്ങൾ കണ്ടാൽ. കോഴിക്കോടിൻ്റെ മികച്ച ശേഷിപ്പുകളിലൊന്നാണ് ദേവമാതാ കത്തീഡ്രൽ. 1498 വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെത്തിയതോടെ അവരുടെ പ്രാർത്ഥനാലയങ്ങളും നിർമ്മിച്ചിരുന്നു. സാമൂതിരി തൻ്റെ സൈന്യാധിപനായിരുന്ന തലൈച്ച എന്നവരുടെ വകയായി ഉണ്ടായിരുന്ന സ്ഥലമാണ് ദേവമാതാ പള്ളി പണിയാൻ നൽകിയത്. ദേവമാതാ പള്ളിയിൽ നിന്നും വലിയങ്ങാടിയിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് പഴയ ഒരു ലോഡ്ജ് കാണാം, റംഗൂൺ ലോഡ്ജ്. പണ്ട് നാടകക്കാരുടെയും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും എല്ലാം കേന്ദ്രമായിരുന്നു റംഗൂൺ ലോഡ്ജ്. പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ വ്യാപാരത്തിൽ പേരും പെരുമയും നേടിയ വലിയങ്ങാടി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങളുമായി വന്ന ലോറികളുടെ നീണ്ട നിര ഇവിടെ എപ്പോഴും കാണാം. ഓലമേഞ്ഞ അങ്ങാടികൾ 1847 ഓടിട്ട് പുതുക്കിയത്. ബ്രിട്ടീഷ് സർക്കാർ 1000 രൂപ വീതം പലിശയില്ലാത്ത വായ്പ കട ഉടമകൾക്ക് 5 വർഷത്തേക്ക് നൽകി. അങ്ങനെ അങ്ങാടികൾ ഓടിട്ട് പുതുക്കി. പിന്നെ പുതിയ കാലത്തെ പുതുക്കി പണികൾ ഉണ്ടായപ്പോൾ വലിയങ്ങാടിയുടെ മുഖച്ഛായ മാറി. വലിയങ്ങാടിയിലെ മുദ്ദാക്കര ജുമാഅത്ത് പള്ളി ഇപ്പോഴും പഴയ വാസ്തുശില്പ ഭംഗിയിൽ തന്നെ നിലകൊള്ളുന്നു. നിരപ്പലകയിട്ട കടമുറികളും പഴയ ഗോഡൌണുകളും താഴ്ത്തുപൂട്ടിയ വ്യാപാര ഓർമ്മകളും വലിയങ്ങാടിക്ക് ചുറ്റുമുണ്ട്. വ്യാപാര നഗരമായ കോഴിക്കോട്ടേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും കച്ചവടക്കാർ പ്രാചീന കാലം മുതലേ എത്തിയിരുന്നു. പണ്ട് മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ നിന്നും കോഴിക്കോട്ടെത്തിയ കന്യാകുബ്ജ് ബ്രാഹ്മണരുടെ പിന്തുടർച്ചക്കാരാണിത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഭൂമികയാണ് കുറ്റിച്ചിറ. അവധി ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു കുറ്റിച്ചിറയിലെ കുട്ടികൾ. ചിറയ്ക്ക് ചുറ്റും ഇരിപ്പിടങ്ങൾ, പുതിയ കടവുകൾ, നടപ്പാതകൾ. ചുവരിൽ കോഴിക്കോടിൻ്റെ ചരിത്രവും കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിറക്കരയിൽ നിന്നും നോക്കിയാൽ മിഷ്കാൽ പള്ളി കാണാം. AD 1300 പള്ളി പണിതത് എന്ന് ചരിത്രം പറയുന്നു.
1510 പോർച്ചുഗീസ് ആക്രമണത്തിൽ തകർന്ന പള്ളി കുഞ്ഞാലിമരയ്ക്കാരുടെ സഹായത്തോടെ സാമൂതിരി പുതുക്കി പണിതുകൊടുത്തു. മിഷ്കാൽ പള്ളിക്ക് അരികിൽ പുതുക്കി പണിത ജുമാഅത്ത് പള്ളി. കുറ്റിച്ചിറയിലെ മറ്റൊരു പ്രസിദ്ധമായ പള്ളിയാണ് മുച്ചുന്തി പള്ളി. മോയിൻകുട്ടി വൈദ്യർ ഇവിടെ ഇരുന്നാണ് തൻ്റെ പാട്ടുകൾ എഴുതിയിരുന്നത്. വലിയ തറവാടുകൾ കാലപ്പഴക്കത്തിൻ്റെ കഥകൾ ഓർമ്മിപ്പിക്കും. നഗരത്തിൻ്റെ പലയിടങ്ങളിലും ചെറുതും വലുതുമായ വിദ്യാലയങ്ങൾ കാണാം. ഇത് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂൾ. സിൽക്ക് തെരുവിൻ്റെ അരികിൽ 1912 സ്ഥാപിതമായ ഹിദായത്തുൽ ഇസ്ലാം സ്കൂൾ. കടൽക്കരയിലാണ് കോഴിക്കോട് ആകാശവാണി. 75 വർഷം പിന്നിട്ട ആകാശവാണി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് കടപ്പുറത്താണ്. പിന്നീട് നെഹ്റു അടക്കമുള്ള നേതാക്കൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ സമരമുഖങ്ങൾ അരങ്ങേറിയ ഒരു പ്രദേശം കൂടിയാണ് കോഴിക്കോട്. കോഴിക്കോട് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയായിരുന്നു. അക്കാലത്ത് അബ്ദുൽ റഹ്മാൻ സാഹിബ്, പി കൃഷ്ണപിള്ള, പിന്നെ കേളപ്പജി, ആ രീതിയിലുള്ള വളരെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിൻ്റെ തുടർച്ചയാണ് കോഴിക്കോട് കേന്ദ്രീകരിക്കുന്നത്. ഈ കോഴിക്കോട് മാത്രമല്ല, വടക്കൻ കേരളത്തെ മുഴുവൻ ആ സമരമുഖത്തെ കൊണ്ടുപോകുവാനും അന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുകൂടിയാകാം ഉപ്പു സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി ഉപ്പുകുറ ആരംഭിച്ചത് പയ്യന്നൂർ കടപ്പുറത്താണ്. പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച ഉപ്പുകുറുക്കൽ സത്യാഗ്രഹം കേരളത്തിൽ ഉടനീളം വ്യാപിക്കുകയുണ്ടായി. അത് അന്നത്തെ വളരെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരായ അബ്ദുൽ റഹ്മാൻ സാഹിബിനും അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയ്ക്കും ഒക്കെ തന്നെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്ന കോഴിക്കോട് കടപ്പുറത്ത് ഫ്രീഡം സ്ക്വയർ സ്വാതന്ത്ര്യ സമര സ്മാരകമാണ്. കടൽക്കരയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ബംഗ്ലാവുകളെല്ലാം. കുറേ ക്ലബ്ബുകളും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ ഹാർബർ ടൗൺ എന്നാണ് വിളിച്ചിരുന്നത്. കോഴിക്കോട്ടെ ലൈറ്റ് ഹൗസ് വെള്ളായിയിൽ കടലോരത്ത് കാണാം. ലൈറ്റ് ഹൗസിൻ്റെ ചരിത്രം വായിച്ച് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. മികച്ച കാഴ്ചകളാണ് കോഴിക്കോട് ബീച്ച് സമ്മാനിക്കുക.
ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിൽ തകർന്നുപോയ കടൽപ്പാലത്തിൻ്റെ തൂണുകൾ. 2 കടൽപ്പാലങ്ങളാണ് ഈ തുറമുഖ തീരത്തുണ്ടായിരുന്നത്. ആയിരത്തി 1871 ആദ്യ കടൽപ്പാലം നിർമ്മിച്ചത്. ഓർമ്മകളുടെ ശേഷിപ്പാണ് ഈ തൂണുകൾ. കടപ്പുറത്തെത്തുന്ന സന്ദർശകർക്ക് വേണ്ടി ഉപ്പിലിട്ടത് തയ്യാറാക്കി വെച്ച ഉന്തുവണ്ടികൾ ഇഷ്ടംപോലെയുണ്ട്. ഉപ്പിലിട്ടത് വാങ്ങിക്കഴിക്കുന്നവരുടെ സന്തോഷം. കടൽക്കരയിൽ എപ്പോഴും സന്ദർശകരുടെ തിരക്കാണ്. ഒരു ഭാഗത്ത് പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്ന കാഴ്ച, മറ്റൊരു ഭാഗത്ത് കുട്ടികളുടെ ഡ്രാഗൺ കുങ് ഫു പരിശീലനം. കടൽക്കരയിൽ സന്ദർശകരെ മോഹിപ്പിക്കുന്ന സ്ഥലമാണ് ബട്ടർ റോഡ് അരികിലെ പട്ടാളം ബീച്ച്. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ റൈഫിൾ ബട്ട്. പട്ടാളക്കാർ വെടിവെപ്പ് പരിശീലനം ഇവിടെ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. ബട്ടർ റോഡും ബീച്ചും കഴിഞ്ഞാൽ ചെറുതല്ലാത്ത ഒരു ഫിഷിംഗ് ഹാർബർ. വലയുടെ കേടുപാടുകൾ തീർക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. ഹാർബറിൽ നിറയെ മത്സ്യബന്ധന ബോട്ടുകൾ നങ്കൂരമിട്ട് കിടക്കുന്നു. ബീച്ച് റോഡിലൂടെ പോകുമ്പോൾ കോഴിക്കോട്ടെ സർക്കാർ ആശുപത്രികൾ പലതും കാണാം. അതിനിടയിൽ ചരിത്രം പറയുന്ന തകർന്ന് തരിപ്പണമായി പോയ വസൂരി ആശുപത്രി കാണാം. 1856 കോഴിക്കോട്ടും പരിസരങ്ങളിലും വസൂരി എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. മലബാറിലെ മജിസ്ട്രേറ്റായിരുന്ന റോബിസൺ സർക്കാരിലേക്ക് അയച്ച കത്തിൽ എഴുതിയത് 19,338 രോഗികളിൽ 11,136 പേർ വസൂരിയും കോളറയും വന്ന് മരിച്ചുപോയി എന്നാണ്. വസൂരി വന്നു കഴിഞ്ഞാൽ രോഗിയെ വീടിന് പുറത്താക്കി വാതിലടയ്ക്കുന്നു. രോഗികൾക്ക് ഒരു ആശുപത്രി വേണം. അങ്ങനെയാണ് പകർച്ചവ്യാധി ആശുപത്രി ഉണ്ടായത്. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ആശുപത്രി അടച്ചിട്ടുണ്ട്. കുറേ രോഗികൾ അനാഥമെടുത്തുനിന്ന് കൊണ്ടുവന്നിട്ട് കുറേ രോഗികളെ കെട്ടിച്ചിട്ടുണ്ട്. കോളർ ഉണ്ടായിട്ട് അപ്പുറത്തെ ഷെഡിൽ കെട്ടി. കോളർക്ക് വേണ്ടി പിന്നെ കെട്ടിയതാണ് അപ്പുറത്തുള്ള ഷെഡ്. കോളർ ഉണ്ടായിട്ട് വസൂരിയുണ്ടായിട്ട് നിറയെ അനാഥമെടുത്തുനിന്ന് നിറയെ കുട്ടികളെയും വലിയ ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. കടൽക്കരയിൽ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ്. പട്ട് തെരുവും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോർപ്പറേഷന്റെ പഴയ കെട്ടിടം കാണാം. സ്വാതന്ത്ര്യ സമര പ്രമേയം പാസാക്കിയതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിച്ചുവിട്ട ആദ്യ മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഈ കെട്ടിടം ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുത്തു.
സാഹിത്യ നഗരത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ആനക്കുളത്തെ സാംസ്കാരിക നിലയത്തിലാണ്. എഴുത്തുകാരുടെയും ചലച്ചിത്ര താരങ്ങളുടെയും നാടക കലാകാരന്മാരുടെയും എല്ലാം പേരിൽ വിവിധ ഹാളുകൾ. മഴത്താളം നിറയുന്ന അകത്തളം, അതിനൊപ്പം നൃത്ത പരിശീലനത്തിൻ്റെ ചുവടുവയ്പ്പുകൾ. കോഴിക്കോട് നഗരത്തിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും ആഘോഷങ്ങളാണ് എങ്ങും. നഗര മധ്യത്തിൽ വായനയുടെ വസന്തം സൃഷ്ടിക്കുന്ന പബ്ലിക് ലൈബ്രറി സാഹിത്യ നഗരത്തിൻ്റെ പ്രൗഢിക്ക് ചേരും വിധം തന്നെയാണ്. എഴുത്തുകാരെയും വായനക്കാരെയും എന്നും പ്രോത്സാഹിപ്പിച്ച നഗരം. കോഴിക്കോട് നഗരം ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ നോവൽ പിറവിയെടുത്തതും കോഴിക്കോടാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എഴുതാനുണ്ടായ സാഹചര്യവും കോഴിക്കോട് നിന്നാണ്. എത്രയോ അധികായന്മാരായ എഴുത്തുകാർ ഈ നഗരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത കാലത്ത് നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ട എം ടിക്ക് മുമ്പേ വൈക്കം മുഹമ്മദ് ബഷീറും ഉറൂബും പി വത്സലയും NP മുഹമ്മദും SK പൊറ്റക്കാട് NN കക്കാട് മലയാള സാഹിത്യത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ ഈ നഗരത്തിലൂടെ കടന്നുപോയി. കോഴിക്കോട്ടുകാർ ഭക്ഷണപ്രിയരാണ്. കോഴിക്കോടൻ ഹലുവ പോലെ തന്നെ കോഴിക്കോടൻ ബിരിയാണിയും പ്രസിദ്ധമാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കടകളിലെ തിരക്ക് കണ്ടാലറിയാം കോഴിക്കോട്ടുകാരുടെ ഭക്ഷണപ്രിയം. പലതരം ഭക്ഷണ വിഭവങ്ങൾ കോഴിക്കോടിൻ്റേതായുണ്ട്. അതൊരു പാരമ്പര്യമാണ്. സാഹിത്യ നഗരത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിനും സവിശേഷതകൾ ഏറെയുണ്ട്. KP കേശവമേനോൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമി 1924 സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രമായിരുന്നു അൽ അമീൻ. തുടർന്ന് അനേകം പത്രങ്ങൾ. കേരളത്തിൽ സായാഹ്ന പത്രത്തിന് തുടക്കം കുറിച്ചത് 1957 തെരുവത്ത് രാമൻ ആരംഭിച്ച പ്രദീപത്തോടു കൂടിയാണ്. പ്രദീപം പത്രത്തെപ്പറ്റി പറയുമ്പോൾ അത് 1957 സ്റ്റാർട്ട് ചെയ്തൊരു പത്രമാണ്. അത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫൗണ്ടർ എഡിറ്ററായിരുന്ന തിരുവോത്തരാമനായിരുന്നു പ്രദീപം പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നത് 1957. ഇത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ റവന്യൂ മിനിസ്റ്ററായിരുന്ന KR ഗൗരിയമ്മയായിരുന്നു. അങ്ങനെ അന്നൊരു സായാഹ്ന പത്രമായിട്ട് ആരംഭിച്ചതായിരിക്കുന്നതായിരുന്നു പ്രദീപം. അന്ന് മലബാറിൽ മുഴുവനും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായിരുന്നു പ്രദീപം എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. തിരുവോത്തരാമൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ കേരളം മുഴുവനും എന്നുള്ളെങ്കിലും മലബാറിൽ മുഴുവനും പ്രചാരം ഉണ്ടായിരുന്ന ഒരു പത്രമായിരുന്നു പ്രദീപം ദിനപത്രം. അതൊരു സായാഹ്ന പത്രമായതുകൊണ്ട് മറ്റ് ഇന്നത്തെ മാതിരി ധാരാളം പത്രങ്ങളൊന്നും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രദീപത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ജനസമൂഹം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പത്രങ്ങൾ എന്നതുപോലെ തന്നെ പ്രസാധക സംഘങ്ങളും തഴച്ചു വളർന്ന മണ്ണാണ് കോഴിക്കോട്. ചെറുതും വലുതുമായ അനേകം പ്രസാധകർ കോഴിക്കോടുണ്ട്. മലയാള പുസ്തകങ്ങളോടൊപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങളും യഥേഷ്ടം പ്രസിദ്ധീകരിക്കുന്നു. 63 ആണ് അച്ഛൻ പൂർണ്ണ പ്രസിദ്ധീകരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിനു മുന്നേ അച്ഛൻ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വെക്കുകയും
അങ്ങനെയൊക്കെ ചെയ്ത ഒരു പുസ്തക വിൽപ്പനക്കാരൻ മാത്രമായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് 9 പുസ്തകങ്ങൾ മരിച്ചുപോയ ആർ രാമേന്ദ്രൻ അടക്കമുള്ള 9 പേരുടെ ഒരു പുസ്തകങ്ങൾ ഒന്നായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരണ രംഗത്തേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ, അതായത് ഈ 60, 50, 60 കാലഘട്ടത്തിലൊക്കെ തന്നെയും കോഴിക്കോട് എപ്പോഴും സാഹിത്യത്തിൻ്റെ ഒരു പ്രസരമുള്ള ഒരു നഗരമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരൊക്കെ കോഴിക്കോടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ചായപ്പീടി, ഈ കോഫി ഷോപ്പിൻ്റെയൊക്കെ സൈഡിലിരുന്നിട്ട് സാഹിത്യകാരന്മാർ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു വളരെ സജീവമായിട്ടുള്ള ഒരു സാഹിത്യ ചർച്ചകൾ കോഴിക്കോട് പലപ്പോഴും അക്കാലത്തുള്ള തിക്കോടിയൻ, കോഴിക്കോടൻ, അങ്ങനെയുള്ള പല ആൾക്കാരും അവരുടെയൊക്കെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോലായ എന്ന് പറഞ്ഞിട്ട് രാമേന്ദ്ര മാഷിൻ്റെ വീട്ടിൽ ആ കോലായയിൽ നടന്നിട്ടുള്ള സാഹിത്യ ചർച്ചകൾ, അത്രയും ഗംഭീരമായിട്ടുള്ള സാഹിത്യ ചർച്ചകൾ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത് പോലും പലപ്പോഴും നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെയധികം സാഹിത്യത്തിന് ഒരു ഫലപുഷ്ടിയായിട്ടുള്ളൊരു മണ്ണായിരുന്നു കോഴിക്കോട്. ഇന്നും കോഴിക്കോട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രസാധക ഉള്ളത് എനിക്ക് തോന്നുന്നു കോഴിക്കോടാണെന്ന് തോന്നുന്നുണ്ട്. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും ഒരല്പം ഒഴിഞ്ഞു മാറിയാണ് ജയിൽ. 1904 കോഴിക്കോട്ടെ ജയിൽ നിർമ്മിച്ചത്. നഗരമധ്യത്തിലെ മനോഹരമായ ഇംഗ്ലീഷ് പള്ളി പിന്നിട്ട് മറ്റൊരു വഴി പോകുമ്പോഴാണ് ചരിത്രം നെഞ്ചോട് ചേർത്ത് വെച്ച മലബാർ ക്രിസ്ത്യൻ കോളേജ്. 1909 കോളേജ് നിലവിൽ വന്നത്. ക്രിസ്ത്യൻ കോളേജ് കലാസാഹിത്യ രംഗത്തെന്ന പോലെ കായിക രംഗത്തും ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. മലബാർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് കെ കൃഷ്ണകുമാർ. 36 കൊല്ലം ചെന്നൈയിലായിരുന്നു, 76 മുതൽ 2013 വരെ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ രഞ്ജി ട്രോഫി കേരളത്തിലും കളിച്ചു, റെയിൽവേസിൻ്റെ ടീമിലുണ്ടായിരുന്നു. പിന്നെ കരിയർ അവിടെ നിന്നാണ് വരുന്നത്. അവിടെയുള്ള എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ അന്ന് പോയപ്പം കേരളത്തിൽ കളിക്കുന്ന ക്രിക്കറ്റും അവിടെയുള്ള ക്രിക്കറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. വെങ്കട്രാഘവൻ, പിന്നെ ഇവൻ രാഹുൽ ദ്രാവിഡ്, ബാജിയുണ്ട്, ശിവരാമകൃഷ്ണൻ, പിന്നെ എത്രയോ സ്പിന്നർ വെങ്കട്രാഘവൻ, ഇവരൊക്കെ കളിക്കുന്ന ഇതാണ്. ടി ശ്രീനിവാസൻ, ടി എ ശേഖർ, ഇവരൊക്കെ കളിക്കുന്ന ആളുകൾ. അപ്പോൾ ഐ വാസ് ലക്കി. ആ സമയത്ത് അവിടെ കന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ വന്നു. കോഴിക്കോട് സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ അവരുടെ യാത്രാ വിവരണങ്ങളിൽ ഈ നാടിൻ്റെ മര്യാദകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നഗരത്തിലെ കോഴിക്കോട്ടുകാരെല്ലാം സ്നേഹത്തോടെയാണ് അതിഥികളെ സ്വീകരിക്കുക, നിറഞ്ഞ ചിരിയോടെ. കോഴിക്കോട് എന്ന മഹാനഗരത്തിൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ആകാശവാണി കോഴിക്കോട്.